നമസ്കാരം. അധികാരം കയ്യിലിരിക്കുമ്പോൾ ഒരു നിലപാടും അധികാരം പോയി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അതിന് നേരെ വിപരീതമായ മറ്റൊരു നിലപാടും സ്വീകരിക്കുന്നത് CPM നേതാക്കളുടെ ഒരു സ്ഥിരം ശൈലിയാണെന്ന് അവർ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ PM ശ്രീ പദ്ധതിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്ന നീണ്ട വിശദീകരണ കുറിപ്പ്. കേരളത്തിലെ വിദ്യാലയങ്ങളുടെ വികസനവും സമഗ്ര ശിക്ഷ കേരളയുടെ ഫണ്ടും തടസ്സപ്പെടാതിരിക്കാൻ പുതിയ UDF സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളെയും മുൻ സർക്കാരിന്റെ നടപടികളെയും കുറിച്ച് വലിയ ന്യായീകരണങ്ങളാണ് ശിവൻകുട്ടി നിരത്തുന്നത്. പക്ഷേ ശിവൻകുട്ടി വളരെ വിദഗ്ധമായി ജനങ്ങളിൽ നിന്നും മറച്ചുവെക്കാൻ നോക്കുന്ന ഒരു സത്യമുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ 2025 ഒക്ടോബർ 23 കേന്ദ്ര സർക്കാരുമായി PM ശ്രീ സ്കൂൾ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് ഇതേ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ്. അന്ന് ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിനു ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഒപ്പിട്ടതുകൊണ്ട് PM ശ്രീ പദ്ധതിയിൽ എന്താണ് ഇത്ര വലിയ കുഴപ്പമെന്ന് തിരികെ ചോദിച്ചതും ഇതേ വി ശിവൻകുട്ടി തന്നെയായിരുന്നു. അന്ന് PM ശ്രീയിലൂടെ നേടിയെടുക്കുന്നത് കേരളത്തിന് അർഹതപ്പെട്ട ഫണ്ടാണെന്ന് വീമ്പ് പറഞ്ഞവർ ഇന്ന് അധികാരം പോയപ്പോൾ സകല കുറ്റങ്ങളും പുതിയ സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നത് എന്ത് നീതിയാണ്? ശിവൻകുട്ടി തന്റെ പോസ്റ്റിൽ ചോദിക്കുന്നുണ്ട്, മുൻ സർക്കാർ നിർത്തിവെച്ച PM ശ്രീ സ്കൂൾ പദ്ധതി തുടരണോ വേണ്ടയോ എന്നത് പുതിയ UDF സർക്കാരിന്റെ തീരുമാനമാണ്. മുൻ സർക്കാരിന് PM ശ്രീ ഫണ്ട് ലഭിച്ചു എന്നത് കള്ളമാണ് എന്നൊക്കെയാണ് പുതിയ വാദങ്ങൾ. ഇവിടെയാണ് നമ്മൾ ചോദ്യം ചോദിക്കേണ്ടത്. അത്രയ്ക്ക് ജനദ്രോഹപരമായ അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്ന പദ്ധതിയായിരുന്നു PM ശ്രീ എങ്കിൽ അന്ന് കേന്ദ്രത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അതിൽ ഒപ്പിടാതിരിക്കാനുള്ള ആർജവവും തന്റേടവും എന്തുകൊണ്ടാണ് ശിവൻകുട്ടിയും പിണറായി വിജയനും അന്ന് കാണിച്ചില്ല? അന്ന് ഫണ്ട് വാങ്ങാൻ വേണ്ടി ഒപ്പിട്ട് കൊടുക്കുകയും അതിനുശേഷം രാഷ്ട്രീയ കാരണങ്ങളാൽ നവംബറിൽ അത് നിർത്തിവെക്കാൻ കത്തയക്കുകയും ചെയ്ത ഈ ഇരട്ടത്താപ്പ് നാടകം കൊണ്ടാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം കടുത്ത പ്രതിസന്ധിയിലായത്. അന്ന് സ്വന്തം ഭരണകാലത്ത് വരുത്തിവെച്ച കനത്ത സാമ്പത്തിക ബാധ്യതയും പിഴവുകളും മറച്ചുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രി ഈ പദ്ധതി നടപ്പിലാക്കാൻ നോക്കുമ്പോൾ ശിവൻകുട്ടി വലിയ ഉപദേശങ്ങളുമായി വരുന്നത്. PM ശ്രീ ഫണ്ട് വാങ്ങുന്നത് പോയിട്ട് ഏതൊക്കെ സ്കൂളുകളിൽ വരണമെന്ന് പോലും ഇടത് സർക്കാർ ആലോചിച്ചിരുന്നില്ല എന്ന് ശിവൻകുട്ടി പറയുമ്പോൾ അത് മുൻ സർക്കാരിന്റെ കടുത്ത ഭരണപരാജയമാണ് വ്യക്തമാക്കുന്നത്, അല്ലാതെ ഒരു വലിയ നേട്ടമൊന്നുമല്ല. ഈ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ട് അതിനുമേൽ ഒരു നടപടിയും എടുക്കാതെ ഫയലുകൾ പൂഴ്ത്തിവെക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ സ്ഥിരം അനാസ്ഥയാണ്. ശിവൻകുട്ടി തന്റെ പോസ്റ്റിൽ സമഗ്ര ശിക്ഷ കേരളയുടെയും PM ശ്രീയുടെയും ഫണ്ടുകളെ വേർതിരിച്ച് വലിയൊരു സാമ്പത്തിക ഫാക്ട് ചെക്കിംഗ് നടത്താൻ ശ്രമിക്കുന്നുണ്ട്. പാഠപുസ്തകങ്ങൾക്കും യൂണിഫോമുകൾക്കുമായി 2023-24, 2024-25 വർഷങ്ങളിൽ കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന കേന്ദ്ര വിഹിതം 129.72 കോടി രൂപയായിരുന്നുവെന്നും അതിൽ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് കേന്ദ്രം 23.31 കോടി രൂപ മാത്രമാണ് അനുവദിച്ചതെന്നും അദ്ദേഹം പറയുന്നു. തുടർന്ന് മാർച്ച് 30 മിനിറ്റ്സ് പ്രകാരം ഈ തുകകൾ എങ്ങനെയാണ് SSKയുടെ ഒന്നാം ഗഡുവായ 92.41 കോടി രൂപയിൽ കേന്ദ്രം അഡ്ജസ്റ്റ് ചെയ്തതെന്നും ശിവൻകുട്ടി കണക്കുകൾ നിരത്തുന്നു. ശിവൻകുട്ടി പറയുന്ന കണക്കുകൾ ശരിയായിരിക്കാം, പക്ഷേ ഇവിടെ ഉയർന്നു വരുന്ന പ്രധാന ചോദ്യം അതൊന്നുമല്ല. PM ശ്രീ ധാരണാപത്രം ഒപ്പിട്ടതുകൊണ്ട് ഒരു രൂപ പോലും കേന്ദ്ര സർക്കാർ കേരളത്തിന് അധികമായി തന്നിട്ടില്ലെന്നും ഇത് കുട്ടികളുടെ അവകാശങ്ങൾക്ക് മാൻഡേറ്ററിയായി നൽകേണ്ട തുക മാത്രമാണെന്നും പറയുന്ന ശിവൻകുട്ടി എന്തുകൊണ്ടാണ് അന്ന് മന്ത്രിയായിരുന്നപ്പോൾ ഈ തുകകൾ കൃത്യമായി നേടിയെടുക്കാൻ കേന്ദ്രത്തിന്മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്താതിരുന്നത്? 2023-26 വരെ സമഗ്ര ശിക്ഷാ പദ്ധതിയുടെ ജീവനക്കാരുടെ ശമ്പളവും അത്യാവശ്യ പരിപാടികളും നടത്താൻ സംസ്ഥാന സർക്കാർ സ്വന്തം ഫണ്ട് ഉപയോഗിക്കേണ്ടി വന്നത് മുൻ സർക്കാരിന്റെ കടുത്ത നയതന്ത്ര പരാജയവും കേന്ദ്രവുമായുള്ള ചർച്ചകളിലെ പരാജയവുമാണ് വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പുതിയ UDF സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും സുതാര്യമായ നിലപാടുകൾ പ്രസക്തമാകുന്നത്. സർക്കാരുകൾ എന്നത് ഒരു തുടർച്ചയാണ്. മുൻപ് ഇടത് സർക്കാർ വരുത്തിവെച്ച കടബാധ്യതകളും കേന്ദ്രവുമായുള്ള തർക്കങ്ങളും പരിഹരിച്ച് കേരളത്തിലെ വിദ്യാലയങ്ങൾക്ക് അർഹതപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ വികസന ഫണ്ടുകൾ നേടിയെടുക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രി വ്യക്തമാക്കിയതുപോലെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുമ്പോഴും രണ്ട് പ്രധാനപ്പെട്ട ഇളവുകൾ സംസ്ഥാനത്തിന്റെ താല്പര്യം മുൻനിർത്തി UDF സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നുണ്ട്. ഒന്ന്, കരിക്കുലം പൂർണ്ണമായും സംസ്ഥാനത്തിന് തന്നെ തയ്യാറാക്കാനാകണം. രണ്ട്, PM ശ്രീ നടപ്പിലാക്കുന്ന സ്കൂളുകളെ തെരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ അധികാരം സംസ്ഥാനത്തിന് നൽകണം. ഈ രണ്ട് കാര്യങ്ങളും നിലവിൽ PM ശ്രീയിൽ സാധ്യമാണെന്നിരിക്കെ അതിനെ പോലും അനാവശ്യമായി വിവാദമാക്കാനാണ് ശിവൻകുട്ടി ശ്രമിക്കുന്നത്. കേരളത്തിലെ കുട്ടികൾക്ക് മികച്ച അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങളും കേന്ദ്ര ഫണ്ടുകളും ഉറപ്പാക്കാൻ UDF സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിനെ രാഷ്ട്രീയമായി തകർക്കാൻ നോക്കുന്നത് ജനദ്രോഹമാണ്. അധികാരം പോയതിന്റെ വിഷമം തീർക്കാൻ വേണ്ടി നിലപാടില്ലാത്ത കള്ളക്കളി
കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അവസാനിപ്പിക്കണം. മുൻപ് ഒപ്പിട്ടത് മറന്നതുകൊണ്ട് പുതിയ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ഈ കപട രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. അധികാരം കയ്യിലിരുന്നപ്പോൾ കേന്ദ്ര ഫണ്ട് വാങ്ങാൻ വേണ്ടി PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് കൊടുക്കുകയും ഒപ്പിട്ടതിൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുകയും ചെയ്ത മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഇപ്പോൾ കടുത്ത മറവി രോഗം ബാധിച്ചിരിക്കുകയാണ്. ഭരണം പോയപ്പോൾ മുൻ സർക്കാർ വരുത്തിവെച്ച സകല സാമ്പത്തിക ബാധ്യതകളും പുതിയ UDF സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്ന ശിവൻകുട്ടിയുടെ ഇരട്ടത്താപ്പ് കപട രാഷ്ട്രീയമാണ്. കേരളത്തിലെ പൊതുവിദ്യാലയ രംഗത്തെ സംരക്ഷിക്കാനും അർഹതപ്പെട്ട കേന്ദ്ര ഫണ്ടുകൾ സുതാര്യമായി നേടിയെടുക്കാനും പുതിയ സർക്കാർ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഫേസ്ബുക്കിൽ ക്യാപ്സ്യൂളുമായി വരുന്നത് സ്വന്തം പരാജയം മറച്ചുവെക്കാനാണ്. നിലപാടില്ലാത്ത ഇത്തരം രാഷ്ട്രീയം സഖാക്കൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കണം.